നമസ്കാരം. CPM-ൽ നിർണായക അഴിച്ചുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയിൽ നിന്നും മാറ്റത്തിന്റെ പാതയിലാണ് CPM എന്നാണ് വിവരം. വമ്പൻ അഴിച്ചുപണികളാണ് ഇപ്പോൾ വിവിധ തലങ്ങളിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇപ്പോഴിതാ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചില പ്രധാന വസ്തുതകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇടതു പാർട്ടികളെ സ്വന്തം രക്തം നൽകി വളർത്തിയവരാണ് പിന്നോക്ക പട്ടിക വിഭാഗങ്ങൾ. അവരെ മറന്നുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനം നടത്തിയതിന്റെ പ്രതിഫലനമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അതേപോലെ തന്നെ തെറ്റുതിരുത്തിയാൽ ഇടതുമുന്നണിയെ അവർ പിന്തുണയ്ക്കുമെന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രീതികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് എല്ലാ നേതാക്കൾക്കും ഓരോ ശൈലി ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്നൊന്നും പറയാൻ താൻ ആളല്ല എന്നുമാണ് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചുവെങ്കിലും അത് കുടിശ്ശികയായി എന്നത് അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. മാവേലി സ്റ്റോറുകളുടെ അവസ്ഥ ദുരന്തം തന്നെയാണ്. കാരണം അത് കാലിയായി കിടക്കുകയാണ്. ഇതെല്ലാം ജനങ്ങളിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചത്. പാവപ്പെട്ടവന്റെ വേദന ഇടതു സർക്കാർ മനസ്സിലാക്കാതെ പോയി എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. പിണറായി സർക്കാരിനെയും CPM-നെയും താൻ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല എന്നും എന്നാൽ അവരുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് എന്നുമാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, തന്റെ കടമ ചെയ്തതിന്റെ പേരിൽ ഇപ്പോൾ മുസ്ലിം വിരുദ്ധനായും അതേപോലെ ഗാന്ധി വിരുദ്ധനായും കള്ളുകച്ചവടക്കാരനായും ഒക്കെ തന്നെ ചിത്രീകരിക്കാൻ വലിയ രീതിയിൽ ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സർക്കാരിന്റെ ന്യൂനപക്ഷ പ്രീണനത്തിനെതിരായ തന്റെ പ്രസ്താവനകളിൽ മായമില്ല എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അതിനിടെ CPM തോൽവിയിൽ നിന്ന് പാഠം പഠിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വ്യക്തമാക്കുന്നുണ്ട്. ജനങ്ങളുടെ മറുപടിയാണ്, അവരുടെ വികാരമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. തോൽവിയിൽ നിന്ന് CPI പാഠം പഠിക്കുന്നുണ്ട് എന്നും ജനങ്ങൾ സ്നേഹത്തോടെ നൽകിയ മുന്നറിയിപ്പാണ് ഈ തോൽവി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാം LDF സർക്കാരിന് പ്രതീക്ഷയ്ക്ക് ഉയരാനായില്ല എന്നും ബിനോയ് വിശ്വം പ്രതികരിക്കുന്നുണ്ട്. നേരത്തെയും ബിനോയ് വിശ്വം CPM-ന്റെ ഇപ്പോഴത്തെ പോക്കുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിലപാടുകൾ അറിയിച്ചിരുന്നു. വിനയവും ലാളിത്യവും കമ്മ്യൂണിസ്റ്റുകാർക്ക് നിർബന്ധമായിട്ടുണ്ടാകേണ്ട ഗുണങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകർ ഒരിക്കലും ജനങ്ങളുടെ അധിപന്മാരല്ല. കുതിര കയറാനും അടക്കി ഭരിക്കാനുമുള്ള ഒരു കൈച്ചീട്ടുമല്ല രാഷ്ട്രീയം. പകരം മനുഷ്യരോടും സമൂഹത്തോടും കാണിക്കേണ്ട പ്രതിബദ്ധതയാണത് എന്നതായിരുന്നു ബിനോയ് വിശ്വം അടിവരയിട്ട് പറഞ്ഞത്. കതിർക്കനം ഉണ്ടാകുമ്പോൾ തല താഴ്ത്തിപ്പിടിക്കണം എന്നതാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം. പഴയകാല കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തന്നെ ഇത്തരത്തിൽ കതിർക്കനമുള്ളവരായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് താഴ്മയും വിനയവും ജനങ്ങളോട് പ്രിയമുള്ളവരുമായിരിക്കണം യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അതിനിടെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് K. സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു. സംസ്ഥാനത്തെ ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞത്. പ്രകോപനമുണ്ടാക്കുന്നവരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മൂവാറ്റുപുഴയിലുണ്ടായ വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. അതിനിടെ മുൻ MLA-യും CPM മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ CKP പത്മനാഭൻ CPM-നെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. താഴെ തട്ടിലല്ല മറിച്ച് മുകൾ തട്ടിലാണ് തിരുത്തൽ വേണ്ടത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടി പാർട്ടി വലിയ അഴിച്ചുപണികളും മാറ്റവുമാണ് പിന്തുടരുന്നത്. പോയ പ്രതാപം തിരികെ പിടിക്കാനുള്ള ക്ഷീണ പരിശ്രമത്തിലാണ് CPM. എത്തരത്തിൽ തിരിച്ചു പിടിച്ചാൽ പഴയ പ്രതാപം ഉണ്ടാകും എന്നൊരു ഗവേഷണത്തിൽ തന്നെയാണ് CPM ഇപ്പോൾ. അതിന്റെ ഫലം എന്താകും എന്നുള്ളത്, ജനങ്ങളുടെ പ്രതികരണം എന്താകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.